ഹലോ കൂട്ടുകാരെ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പൊട്ടാറ്റോ കൊണ്ട് ഒരു ഇറച്ചിക്കറി ടേസ്റ്റിലൊരു കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. അതിനായിട്ട് ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്ത് പുഴുങ്ങിയെടുക്കണം. ഒരു വിസിൽ വരുന്നത് വരെ വെന്താൽ മതി, വെന്ത് അടിഞ്ഞു പോകരുത്. എന്നിട്ട് ആ ഒരു ഉരുളക്കിഴങ്ങ് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് എണ്ണയൊഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്യണം. കുഴഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഉരുളക്കിഴങ്ങ് ഒരു വിസിൽ മാത്രമേ വരുത്തിക്കാറുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ഉടഞ്ഞു പോവാതെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. എല്ലാ ഉരുളക്കിഴങ്ങും ഒന്ന് ബ്രൗൺ നിറമായിട്ട് വരട്ടെ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ചോറിനൊപ്പവും ചപ്പാത്തിയുടെ കൂടെയും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. ഉരുളക്കിഴങ്ങൊക്കെ ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിതൊക്കെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ. പുഴുങ്ങിയെടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തത്. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്ക എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ജീരകം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈ പറഞ്ഞ ജീരകം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴാണ് ബാക്കി കാര്യങ്ങളൊക്കെ വേണ്ടത്. ഗ്രാമ്പൂ, പട്ട, ഏലക്ക അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ജീരകമൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരുന്ന സവാള കൂടി ചേർത്ത് കൊടുത്തു. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. സവാള നന്നായി വഴണ്ട് വരാനായിട്ട് നമുക്കൊരു ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് പുഴുങ്ങണം കേട്ടോ. എന്നാലേ ആ ഉരുളക്കിഴങ്ങിൻ്റെ പീസിന് നന്നായിട്ട് ഉപ്പ് പിടിച്ച് വരികയുള്ളൂ. ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റുക. അതിനുശേഷം അത് കുറച്ച് കളറ് മാറി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുമ്പോൾ നമുക്കിതിനകത്ത് മസാല ചേർക്കേണ്ടതായിട്ടുണ്ട്. മസാല കൂടി ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി കൂടി എടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അതൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊക്കെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് തിളവരട്ടെ. തിള വന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിനകത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക.
ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, വെള്ളമൊക്കെ കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് പുളിയില്ലാതെ തൈരാണെങ്കിൽ 1 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. പുളിയുള്ളതാണെങ്കിൽ 1/2 കപ്പ് മതി കേട്ടോ. പുളിയുള്ളത് 1 കപ്പ് ഒഴിച്ചാൽ പിന്നെ നന്നായി പുളിയുടെ ടേസ്റ്റ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് പുളിയുള്ളതാണെങ്കിൽ 1/2 കപ്പ് മതി, അല്ലാതാണെങ്കിൽ 1 കപ്പ് തൈര് വരെ ഒഴിച്ചു കൊടുക്കാം. അത് കട്ടയൊക്കെ അടിച്ചു മാറ്റിയതാണ് കേട്ടോ. മിക്സിയിലിട്ട് കറക്കി വന്ന തൈരാണ്. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. അത് നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ എപ്പോഴും. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. വെള്ളമൊക്കെ നന്നായി വറ്റി കുറുണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പുതിനയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പുതിനയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരിത്തിരി പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. കണ്ടോ, ഒരിത്തിരി മതി, എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോ കറി റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റാണ്. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.